നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി അത് സ്വീകരിക്കുന്നവരിൽ നിന്നും മറ്റു ചില പദ്ധതികൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളോ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും പുതിയതായിട്ടുള്ള പദ്ധതികൾ പോലും ഏറ്റെടുക്കുവാനുള്ള അവസരം ഉണ്ടാവും. ഒരുപക്ഷെ സുഹൃത്തിന്റെ സഹായവും ഇതിന് ഉപോത്ബലകമായി തീരും. മുമ്പുണ്ടായിരുന്ന മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. രക്ഷിതാക്കൾക്ക് പലർക്കും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനോട് സമീപത്ത് ഉള്ള ഗൃഹത്തിലേക്ക് വാടകയ്ക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ചിലർക്ക് ജന്മനാട്ടിലുള്ള അല്ലെങ്കിൽ മുമ്പ് പണിതിട്ടുള്ള ഗൃഹം വാടകയ്ക്ക് കൊടുക്കുവാനോ മറ്റു ചിലർക്ക് അത് പൂട്ടിയിട്ടും കൊണ്ട് ഇങ്ങനൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനോ സാധ്യതയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഏതൊരു കാര്യങ്ങളും അനായാസം ചെയ്തു തീർക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഒരുപക്ഷെ ആശ്ചര്യത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സമാധാന അന്തരീക്ഷം തൊഴിൽ മേഖലകളിലും കുടുംബപരമായിട്ടും വന്നു ചേരുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മേലധികാരി മറ്റു ചില ജോലി നേടിപ്പോയതിനാൽ ആ ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തതായിട്ടുള്ള പല പദ്ധതികളും അതിൽ പൂർത്തീകരിക്കുവാനുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും അപൂർണത ഉണ്ടാവാം. രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് തൃപ്തികരമല്ലാത്തതുണ്ടായിരിക്കാം. ആദ്യ ഒരു പുനരപേക്ഷ നൽകുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കുന്നത് കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ ഇത് ഉപകരിക്കും. അതായത് രേഖാപരമായിട്ട് ആദ്യ പദ്ധതികൾ സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നർത്ഥം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏതൊരു കാര്യവും അതിന്റെ തനതായുള്ള അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുന്ന പക്ഷം ആഗ്രഹ സാഫല്യത്തിന് യോഗം കാണുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ വലിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും. ഒരുപക്ഷെ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനും ഒരുപക്ഷെ ശമ്പള വർധനവോടുകൂടി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതിന്റെ വെളിച്ചത്തിൽ ഒരു വർഷമായിട്ട് തന്നെ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നുണ്ട്. ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വരുന്നു ചേരുന്ന പക്ഷം ഈ ഒരു മാസത്തിൽ തന്നെ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നത് നന്നായിരിക്കും. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിട വരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. അവിചാരിതമായിട്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിലും
തണുപ്പ് സഹിക്കാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിലും, ഒരുപക്ഷെ പ്രായാധിക്യമായിരിക്കാം, മറ്റു ചിലത് അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്ന സങ്കല്പമായിരിക്കാം. ഏതു പ്രകാരത്തിലും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക്, രാജ്യത്തിലേക്ക് സകുടുംബം മാറി താമസിക്കുവാനോ ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനോ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യക്തി താല്പര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളൊക്കെ വിനിയോഗിക്കാൻ തീരുമാനിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. ജോലിയോടനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ വരുമാന മാർഗമൊക്കെ ഉണ്ടാവും. അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള മിച്ചം വയ്ക്കുക, നേട്ടം വയ്ക്കുക എന്നതൊക്കെ തന്നെ ഒരുപക്ഷെ 6 മാസത്തിന് ശേഷമായിരിക്കാം ഉണ്ടാകുവാൻ ഇടയുള്ളത്. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഒരുപക്ഷെ വസ്തു വാങ്ങിക്കുവാനോ ഭൂമി വാങ്ങിക്കുവാനോ അവസരമുണ്ടാകും. ഗഡുക്കളായിട്ട് പൈസ കൊടുത്താൽ മതി എന്ന ധാരണയോടുകൂടി തന്നെ ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കഫ, നീർദോഷ രോഗപീഠകൾക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണ്ടി വരുവാനും, പ്രകൃതി ഭക്ഷണ രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും, യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. പരിസരവാസികളുടെ ഉപദ്രവത്താൽ ഒരുപക്ഷെ മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരും. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും കൃതാർത്ഥതയും ആത്മാഭിമാനവും ഉണ്ടാകുവാനും ഇടയുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളുടെ അനുബന്ധ സ്ഥാപനം തുടങ്ങുവാനുള്ള അവസരമുണ്ടാകുന്നത്, അതിനുവേണ്ടി സാമ്പത്തികമായുള്ള സഹായം, വരുമാന മാർഗമൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ പ്രചാരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ തക്കവണ്ണം പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതൃപിതൃ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന് ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് തൽക്കാലത്തേക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദഗ്ധരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു വിഭാഗങ്ങളെല്ലാം തന്നെ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ സ്വയംഭരണം, അധികാരം ഏൽപ്പിച്ച് ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധ്യതകൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമാകും വിധത്തിൽ വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മാസങ്ങളോളം വികസിത രാഷ്ട്രത്തിൽ പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പുതിയ ഭരണ പരിഷ്കാരം ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജോലിക്കാരെയും വിളിച്ചുകൊണ്ട് ഇതെല്ലാം വിവരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഒരുപക്ഷെ അവരുടെ അജ്ഞാനം മാറുന്നതിനും അത് ഭാവിയിലേക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനും
ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ചികിത്സ ഫലിക്കുന്നത് വഴി മുമ്പുണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുവാനും യാത്രകൾ, ചർച്ചകളെല്ലാം തന്നെ പുനരാരംഭിക്കുവാനും സാധ്യതയുണ്ട്. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഇനി ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും, ചെയ്തു വരുന്ന പല കാര്യങ്ങളിലും 2023 നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. 2024 സ്വല്പം കൂടി മെച്ചം ഉണ്ടായിരുന്നു. 2024 മെയ് മാസം മുതൽ വളരെ നല്ല നിലയിൽ ഉയർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ള പല സ്ഥാപനങ്ങൾക്കും ഇനി ഒരു വർഷത്തിൽ അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുള്ള ഭരണ സംവിധാനം അവലംബിക്കുവാൻ ഇടയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുകയായിരിക്കും നന്നാവുക. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് ഈ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ഭക്ഷണ ക്രമീകരണത്തിന് തയ്യാറാകുവാനും യോഗ പരിശീലനത്തിന് അതിന്റെ കോഴ്സിന് ചേരുവാനും ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ചില ജോലിക്കാരെ പിരിച്ചുവിടുവാൻ അവസരം വന്നു ചേരും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടയുണ്ട്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ ചില കരാർ ജോലിയിൽ നിന്ന് പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷകൾ അനുവർത്തിക്കുന്നത് നന്നായിരിക്കും. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും ഭാവിയിലേക്ക് സ്വന്തം നിലയിൽ നേട്ടം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടവരും. സഹപാഠികളെ കാണുവാനും മാസങ്ങളോളം കഴിഞ്ഞിട്ട് സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം വന്നു ചേരും. അമിതമായിട്ടുള്ള ആഹ്ലാദം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും ഒരുപക്ഷെ ആയുർവേദ ചികിത്സകളെല്ലാം തുടങ്ങി വയ്ക്കുവാൻ അവസരം വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ സദ്നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഏതു പ്രകാരത്തിലും ഗുണകരമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട്. ബഹുമുഖ പ്രതിഭകളുടെ നിർദ്ദേശങ്ങൾ കർമ്മമണ്ഡലങ്ങൾക്ക് ഏറ്റവും ഉപോത്ബലകമായി തീരുവാനും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.